Welcome to the first video session of Financial Accounting. Financial Accounting job seekersന് എന്നും ഒരുപാട് അവസരങ്ങൾ നൽകുന്ന ഒരു മേഖലയാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കൺസൾട്ടൻസി സ്ഥാപനങ്ങളും ജോബ് സെഗ്മെന്റുകളെ കുറിച്ച് പഠനം നടത്തുന്ന സ്ഥാപനങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം സ്ഥിരമായും ടോപ്പ് 10 പ്രൊഫഷണൽ ഒന്നായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ സാധാരണയായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ദ ബിസിനസ് എന്നാണ് പറയുന്നത്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലഡ് എത്രത്തോളം ആവശ്യമാണോ അതേ രീതിയിൽ തന്നെ ബിസിനസിന്റെ സർവൈവലിനും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസിക്കലി ചെയ്യുന്നത് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷനുകളെ കൃത്യമായ രീതിയിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ റെക്കോർഡിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ ബിസിനസ് ഓണേഴ്സിനെയും മറ്റു റെലവെന്റ് ആയിട്ടുള്ള പാർട്ടികളെയും ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള നോളജ് ഏരിയ ആണ്. കുറെ കാര്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങളെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളിടത്താണ് ഒരു അക്കൗണ്ടന്റിന്റെ സക്സസ് ഇരിക്കുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠനം കഴിയുന്നതിലൂടെ കേവലം അക്കൗണ്ടിങ് ജോബ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൺട്രപ്രണർഷിപ്പോ അതല്ല ഏതൊരു തൊഴിൽ സെഗ്മെന്റിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഴ്സണൽ ഫിനാൻസ് മാനേജ്മെന്റ്, നമ്മളുടെ ഓരോരുത്തരുടെയും ഹൗസ് ഹോൾഡിന്റെ ഫിനാൻസുകൾ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോളജ് ഉള്ളവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ നമ്മളുടെ ഈ മൊഡ്യൂളിലൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മൊഡ്യൂളിലൂടെ എന്താണ് ഈ ഒരു ക്വാളിഫിക്കേഷനിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബേസിക് മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിലബസ് ഏരിയ എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന്റെ ബേസിക്സ് മുതൽ അതിന്റെ ഫൈനലൈസേഷൻ വരെയുള്ള എല്ലാ ആസ്പെക്റ്റുകളുമാണ്. അക്കൗണ്ടിങ് ബേസിക് മുതൽ അതിന്റെ ജേർണൽസ്, ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സ് തുടങ്ങി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ബേസിക് മൊഡ്യൂളിൽ ടാലി ERP കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ ഏകദേശം 20ഓളം ജോലികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് ആണ് ട്രെയിനിങ് എടുക്കുന്നവർക്ക് നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും ജോബ് പ്രോസ്പെക്റ്റുകളെ കുറിച്ച് പറയുമ്പോൾ ബുക്ക് കീപ്പിംഗ് ക്ലർക്ക്, ബില്ലിംഗ് ക്ലർക്ക്, അക്കൗണ്ട്സ് റിസീവബിൾ ക്ലർക്ക് അങ്ങനെ തുടങ്ങി ടാക്സ് അക്കൗണ്ടന്റ്, ടാക്സ് കൺസൾട്ടന്റ്, ഡാറ്റ എൻട്രി ക്ലർക്ക്, അക്കൗണ്ടിംഗ് ട്രെയിനർ, ERP മാനേജർ, നിരവധി ജോലികളിലേക്ക് നമ്മൾ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ നേടുന്ന സ്കിൽ എൻഹാൻസ്മെന്റിലൂടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ വാട്ട് ഈസ് ആൻ അക്കൗണ്ടിംഗ് സൈക്കിൾ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ തിയറി പഠിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഈ ഒരു അക്കൗണ്ടിങ് സൈക്കിളിനുണ്ട്. എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എൻറ്റയർ പ്രോസസ് എന്ന ഈ ഒരു അക്കൗണ്ടിങ് സൈക്കിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം നേരത്തെ പറഞ്ഞു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പെയിന്റർ അവരുടെ ക്യാൻവാസിൽ ഒരു ചിത്രം വരക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ പെയിന്റ്, അതായത് അവരുടെ ബ്രഷ് ആദ്യത്തെ പെയിന്റിൽ അവർ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരക്കുന്ന ചിത്രങ്ങൾ ആദ്യത്തെ ഒരു ലൈൻ വരക്കുമ്പോൾ തന്നെ എന്താണ് അതിന്റെ എക്സാക്ട് ഔട്ട്പുട്ട് എന്നുള്ള ഏകദേശ ധാരണ ആ ഒരു പെയിന്ററിന് ഉണ്ടായിരിക്കും. കാരണം അവർ യാദൃച്ഛികമായിട്ട് വരക്കുന്നതല്ല, ആ പ്രോസസ്സ് എങ്ങനെ പോകണം, അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കണം എന്നുള്ള ഒരു ധാരണ ആ പെയിന്ററിന് ഉണ്ടാകണം. സിമിലർലി അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എലമെന്റ് തുടങ്ങുന്നത് ട്രാൻസാക്ഷനിൽ നിന്നാണ്. ആ ട്രാൻസാക്ഷൻ പ്രോസസ്സിന്റെ റെക്കോർഡിംഗ് നടക്കുമ്പോൾ തന്നെ എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട്, ഇതിന്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇതിനിടയിലൂടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൈകാര്യം ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഡിസ്കസ് വാട്ട് ഈസ് ആൻ അക്കൗണ്ടിങ് സൈക്കിൾ. അക്കൗണ്ടിങ് സൈക്കിൾ തുടങ്ങുന്നത് ബേസിക്കലി ഫ്രം ഐഡന്റിഫൈയിങ് ട്രാൻസാക്ഷൻസ്. ഒരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ സ്ഥിരമായി നടക്കുന്ന ക്രയവിക്രയങ്ങളാണ്. അതായത് സെയിൽസ്, പർച്ചേസ്, റെസീപ്റ്റ്, പേയ്മെന്റ്, ബാങ്കിങ് ട്രാൻസാക്ഷൻ, ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ, ഇതെല്ലാം നമുക്കൊരു ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഈ ട്രാൻസാക്ഷനെ എങ്ങനെയാണ് ബേസ്ഡ് ഓൺ സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ഹൗ ടു റെക്കോർഡ് യൂസിങ് ബേസിക് എൻട്രീസ്, അതായത് ജേർണൽ എൻട്രീസ് കൺസെപ്റ്റിലൂടെ എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷനുകളെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. Then how to convert the recorded journal to ledgers, ledger entries ആയിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. ദെൻ അതിനെ നമ്മൾ എങ്ങനെയാണ് ട്രയൽ ബാലൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് അഡ്ജസ്റ്റ്മെന്റുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ബേസിക്കലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദ മോസ്റ്റ്
important objective is to generate financial statements. Financial statements എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കേട്ട് പരിചയമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പോലെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണം ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ക്ലറിക്കൽ ടാസ്ക് അല്ല. ഇതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ജനറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനിടയിൽ നേരത്തെ പറഞ്ഞ ബേസിക് എൻട്രീസ്, ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് ആ എറർ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി വരാനിരിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളെയും അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ആ റൂൾസിന്റെയും റെഗുലേഷൻസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ റിസൾട്ടുകൾ കൃത്യമായിട്ട് നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ബേസിസിൽ നമുക്ക് അല്ലെങ്കിൽ ബിസിനസ് ഓണേഴ്സിന് കൂടുതൽ ഡിസിഷൻസ് എടുക്കാനും അതനുസരിച്ച് റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം നമ്മൾ കൊടുക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഡിസിഷൻസ് എടുത്ത് ബിസിനസ്സിനെ വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തുടങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് there is a process involved. ഈ ഒരു പ്രോസസ്സിന്റെ ഫ്ലോ എന്താണ്, ഈ പ്രോസസ്സ് എവിടെ നിന്ന് തുടങ്ങുന്നു, പ്രോസസ്സ് എവിടെ അവസാനിക്കുന്നു, ഇതിനിടയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം എങ്ങനെയാണ് ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളത് എന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. Then starting with a terminology that is data and information. നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് വേണ്ടി വരുന്ന കാര്യങ്ങളാണ് ഡാറ്റയും ഇൻഫർമേഷനും. ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്നുള്ളത് ഇൻഫാക്ട് ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ടുള്ള ഒരു പദമാണ്. നമ്മൾ കൂടുതലും IT റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ കേട്ടിട്ടുള്ളത്. പക്ഷെ വാട്ട് ഈസ് എ ഡാറ്റ, എന്താണ് ഒരു ഡാറ്റ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് കോളംസ് ഉണ്ട്. ഈ കോളംസിൽ പറയുന്നു മാത്സ്, രാജു 70, 90, സയൻസ് 65, 70, അക്കൗണ്ടിങ്, ഇംഗ്ലീഷ് 50%, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടാൽ സംതിങ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് സംതിങ് സംവെയർ മീനിങ് ഫുൾ, അതായത് തീർത്തും ഇറലവന്റ് അല്ല. മാത്സ് എന്താണെന്ന് അറിയാം, രാജു ഇസ് എ പേഴ്സൺസ് നെയിം, 70, 90 ദീസ് ആർ സം ഡിജിറ്റ്സ്, സയൻസ് 65, 70, അക്കൗണ്ടിങ്, ഇംഗ്ലീഷ് 50%. ഇത് ഒരു റോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് നമുക്കിത് തരുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ റോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് മീനിങ് തരുന്നില്ല, പക്ഷെ എന്താ പറയാ, ഒരു കുറച്ച് കാര്യങ്ങൾ എവിടേക്കോ സംതിങ് സംവെയർ ഈസ് മിസ്സിങ്, അത്രയും നമുക്ക് അറിയാം. ഇനി എങ്ങനെയാണ് ഡാറ്റ ഇൻഫർമേഷൻ ആകുന്നത്? ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ തന്നിട്ടുള്ള ഫിഗേഴ്സിനെ തന്നെ നമ്മളൊന്ന് റീറൈറ്റ് ചെയ്യാണ്. രാജൂസ് മാർക്ക് ലിസ്റ്റ്, പാസ് മാർക്ക് ഈസ് 50%, സബ്ജക്ട് കോളം, മാർക്ക് കോളം, റിസൾട്ട് കോളം. സബ്ജക്ട് കോളത്തിൽ മാത്സ് പറഞ്ഞു, സയൻസ് പറഞ്ഞു, അക്കൗണ്ടിങ് പറഞ്ഞു, ഇംഗ്ലീഷ് പറഞ്ഞു. അപ്പൊ നമുക്കിത് മനസ്സിലായി, ഇത് രാജു എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന്റെ മാർക്ക് ലിസ്റ്റ് ആണ്. 50% ആണ് ഒരു സബ്ജക്റ്റിന് പാസ്സാകാൻ വേണ്ടുന്ന മാർക്ക്. ഓരോ സബ്ജക്റ്റിന്റെയും കറസ്പോണ്ടിങ് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിനും പാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സീ ദ കൺവേർഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്കുള്ള ഒരു കൺവേർഷൻ നോക്കൂ. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷനോ കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു അപഗ്രഥനം നടത്താൻ സാധിക്കുന്നില്ല. പക്ഷെ വൺസ് വി ആർ കൺവേർട്ടിംഗ് ദാറ്റ് ഡാറ്റ ഇൻ ടു ഇൻഫർമേഷൻ, നമുക്ക് ഇതിൽ നിന്ന് ഡിസിഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അനാലിസിസ് നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഡാറ്റയിൽ നിന്ന് ഇൻഫർമേഷനിലേക്കുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. ബേസിക്കലി ഇത് തന്നെയാണ് അക്കൗണ്ടിങ്. നമ്മൾ അക്കൗണ്ടിങ് സൈക്കിളിന്റെ ഒന്നാമത്തെ സ്റ്റേജ് പറഞ്ഞു ഡാറ്റ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യലാണ്. അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി റോ ഡാറ്റ. ആ ഡാറ്റയ്ക്ക് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. നമ്മൾ സെയിൽ നടത്തുന്നു, പർച്ചേസ് നടത്തുന്നു, പക്ഷെ അതിനെ നമ്മൾ കൃത്യമായ രീതിയിൽ ചില പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ആ ഡാറ്റയ്ക്ക് ഒരു മീനിങ് വരുന്നത്. അപ്പൊ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസാക്ഷൻസിൽ നിന്ന് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള റെക്കോർഡിംഗ് എലമെന്റുകളെയാണ് ഡാറ്റ എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതുപോലുള്ള കാര്യങ്ങളിലേക്കെല്ലാം എത്തിക്കുമ്പോഴാണ് അത് ഇൻഫർമേഷൻ ആകുന്നത്. ആ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് മീനിങ് ഫുൾ ആണ്. അതിന്റെ യൂസേഴ്സിന് അത് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും, പെർഫോമൻസ് അസസ്മെന്റ് നടത്താനെല്ലാം സാധിക്കും. സോ ബേസിക്കലി ഡാറ്റയെ ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് നിർവചിക്കാം. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ? Data is raw, unorganized facts that need to be processed. Data can be something simple and seemingly random and useless until it is organized. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ഡാറ്റ ഈസ് മീനിങ്ലെസ്, അതിന് പ്രത്യേകിച്ച് മീനിങ് തരാൻ സാധിക്കുന്നില്ല. ബട്ട് when we discuss about information, when data is processed, organized, structured or presented in a given context so as to make it useful, it is called information. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റയെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ്, അതിനെ മീനിങ് ഫുൾ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെ ഇൻഫർമേഷൻ എന്ന് പറയാൻ സാധിക്കുന്നത്. സോ മൂവിങ് ഓൺ, സാധാരണ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് എൻവയോൺമെന്റിലെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സാണ് നടക്കാറുള്ളത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഉദാഹരണത്തിന് നമ്മളൊരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനിയാണെന്ന് വിചാരിക്കാം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് നമ്മൾ ജ്യൂസുകളൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ നമുക്കൊരു മിക്സഡ് ഫ്രൂട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ മിക്സഡ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സ് വേണം. ഉദാഹരണം പറഞ്ഞാൽ വി നീഡ് ആപ്പിൾ, വി നീഡ് ഓറഞ്ച്, വി നീഡ് വാട്ടർ, വി നീഡ് ഷുഗർ, സംടൈംസ് വി നീഡ് മിൽക്ക്, മറ്റുള്ള പൾപ്പുകളോ ഫ്ലേവറുകളോ എല്ലാം വേണം. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, ജനറലൈസ് ചെയ്ത് ഇൻപുട്ട് എന്ന് പറയാം. ഈ ഇൻപുട്ടുകളെ നമ്മൾ പ്രോസസ് ചെയ്യണം. അതായത് ഈ ഫ്രൂട്ട്സിനെയും വെള്ളവും ഷുഗറും എല്ലാം നമ്മൾ പ്രോസസ് ചെയ്യണം ത്രൂ ദ ഹെൽപ്പ് ഓഫ് സം മെഷീനറി. ലെറ്റ്സ് സേ ജ്യൂസർ. ഒരു ജ്യൂസറിലേക്ക് നമ്മൾ ആ ഇൻപുട്ടിനെ, ആ മെറ്റീരിയൽസിനെയും ആ ഇൻഗ്രീഡിയൻസിനെയും എല്ലാം ഒരു ജ്യൂസറിലേക്ക് ആഡ് ചെയ്യുന്നു. ജ്യൂസറാണ് അതിന്റെ പ്രോസസ്സ് നടത്തുന്നത്. അതായത് ബേസിക്കലി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഫ്റ്റ് ജ്യൂസ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പൊ അവിടെ 3 ലെവലുകളാണ് വരുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ഇൻപുട്ട്, സെക്കൻഡ് തിങ് ഈസ് പ്രോസസ്, ആൻഡ് ഫൈനൽ തിങ് ദ ഫിനിഷ് ഗുഡ് എന്ന് പറയുന്നത് ഫ്രഷ് ജ്യൂസ് ആയിരിക്കും. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കുക, വി ഹാവ് സം ഇൻഗ്രീഡിയൻസ് ഫ്രൂട്ട്സ് ആൻഡ് ഷുഗർ, വാട്ടർ കൈൻഡ് ഓഫ് തിങ്സ് ആണ്. അതിനെ പ്രോസസ് ചെയ്യുന്നു, അതിനെ നമ്മൾ എൻഡ് റിസൾട്ടിലേക്ക്, അതായത് ഒരു സോഫ്റ്റ് ഡ്രിങ്കിലേക്ക് എത്തിക്കുന്നു. ഇതേ പ്രോസസ്സ് തന്നെയാണ് ഒരു അക്കൗണ്ടിങ് എലമെന്റ് ആയിട്ട് ഒരു അക്കൗണ്ടന്റ് ഡേ ടു ഡേ ആസ്പെക്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു വാട്ട് ഈസ് എ ഡാറ്റ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ എന്ന് അതിന്റെ മീനിങ് കൃത്യമായിട്ട് നമുക്കറിയാം. സോ ഇവിടെ വരുമ്പോൾ ഇൻപുട്ട് ഈസ് ഡാറ്റ എന്ന് പറയുന്നത് മീനിങ്ലെസ് ആയിട്ടുള്ള റോ ഫാക്ട്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റയെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സിംഗ് സ്റ്റേജിലേക്ക് നമ്മൾ കടത്തിവിടുകയാണ്. ഇവിടെ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അക്കൗണ്ടന്റ് ചെയ്യുന്നത് അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് ഉപയോഗിച്ചിട്ടുള്ള, അവരുടെ ടെക്നിക്കൽ നോളജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. അവരാണ് ഹ്യൂമൻ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അതിന്റെ മാനുവൽ അക്കൗണ്ടിങ് സ്റ്റേജിൽ ഹ്യൂമൻ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പ്രോസസ് ചെയ്യുന്നത്. വി ഹാവ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആസ് വെൽ. അപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും ആ പ്രോസസ് ചെയ്യുക. പക്ഷെ ബേസിക്കലി ആസ് ആൻ അക്കൗണ്ടന്റ് ഈ പ്രോസസ്സ് എന്താണെന്നുള്ളത് ടെക്നിക്കൽ സൈഡ് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമാണ് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ് ഏരിയയിൽ നമുക്ക് എക്സൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഡാറ്റയെ ഇൻപുട്ടായിട്ട് കടത്തി വിടുന്നു, അതിനെ നമ്മൾ ഫിനിഷ്ഡ് എലമെന്റ് ആയിട്ട് കിട്ടുന്നു. അപ്പൊ അക്കൗണ്ടിങ് ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് piece of information which is generated from the financial statements. Financial statements നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനുകളാണ് ഔട്ട്പുട്ട്. അഗെയിൻ ഇറ്റ് ഈസ് എ 3 level പ്രോസസ്. ഡാറ്റയെ നമ്മൾ നമ്മുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ് ചെയ്തിട്ട് അതിനെ ഒരു ഔട്ട്പുട്ട് ആയിട്ട്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ജനറലി തിയറി ജസ്റ്റ് പ്യൂർലി ഒന്ന് സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ബിസിനസ് ആക്ടിവിറ്റീസ് റിക്വയർസ് resources, that is men, money, machine, materials. The success of business depends on how efficiently and effectively these resources are managed. Therefore, there is a need to ensure the businessman tracks the use of these resources. The science of bookkeeping and accounting provides an effective solution. Recording of business activities has to be done in a scientific manner so that they reveal correct outcome. Financial accounting help to record and to prepare financial statements based on certain rules or standards. അപ്പോൾ ഒരു ബിസിനസിന്റെ നടത്തിപ്പിൽ ഒരുപാട് വിഭവങ്ങൾ ആവശ്യമാണ്. മെൻ, മണി, മെഷീൻ, മെറ്റീരിയൽ. നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് വേണം, പണം വേണം, മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം, അതേപോലെ തന്നെ ലേബേഴ്സ് വേണം, ഒരുപാട് എക്യുപ്മെന്റ്സ് വേണം. അപ്പൊ ഇതെല്ലാം വിഭവങ്ങളാണ്. ഈ വിഭവങ്ങൾ, ഈ റിസോഴ്സസിന്റെ കൃത്യമായ മാനേജ്മെന്റിനെ നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിംഗ് ആവശ്യമാണ്. നമുക്കറിയാം ഈ റെക്കോർഡ് എന്നുള്ള ടേമില് പ്രത്യേകിച്ച് നമ്മൾ സ്പോർട്സിലെല്ലാം ഉപയോഗിക്കുന്നതാണ്. വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ഒരുപാട് ടേംസ്. ഇപ്പോൾ അത്ലറ്റിക്സിലെ വേൾഡ് റെക്കോർഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ, വൺ ഡേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും ഹയസ്റ്റ് സ്കോർ ആരുടെ പേരിലാണ്? ദർ ഇസ് എ റെക്കോർഡ്. അപ്പോൾ ആ റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ്? പിന്നീട് നമുക്ക് പെർഫോമൻസ് അസസ്മെന്റിന് ഉപയോഗിക്കാം. അതായത് നിലവിൽ ഉള്ള റെക്കോർഡിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റെക്കോർഡ്
കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്കായിരിക്കും. സിമിലർലി ബിസിനസിന്റെ പെർഫോമൻസിന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള റെക്കോർഡിംഗ് പോളിസി ആവശ്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത് സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിൽ ഈ പറയുന്ന ട്രാൻസാക്ഷനുകളെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിൽ നിന്ന് ബിസിനസിന്റെ കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് എല്ലാ വിഭവങ്ങളെയും, അതായത് മെൻ, മണി, മെഷീൻ, മെറ്റീരിയൽ, മെത്തേഡ്, ഇതുപോലുള്ള എല്ലാ വിഭവങ്ങളെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ഡിസിഷൻസ് എടുക്കാനും ബിസിനസ് ഓണേഴ്സിനെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ് ഫോർ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. എപ്പോഴും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് ആവശ്യമാണ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മൾ ഒരു റാൻഡം ബേസിസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഡിസിഷൻസ് റോങ് ആകാം, ബിസിനസ്സിൽ നഷ്ടങ്ങൾ വരാം, ബിസിനസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ അത് ബാധിക്കാം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുമ്പോൾ ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആയിരിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ തെറ്റാത്ത രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കാൻ അതിന്റെ യൂസേഴ്സിനെ സഹായിക്കുന്നതാണ്. ദെൻ സെക്കൻഡ് തിങ് ഇസ് സിസ്റ്റമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമുക്കറിയാം ഒരു ബിസിനസ്സിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഒക്കെ ഡെയിലി നടക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതിന് റെക്കോർഡിംഗ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. നടന്നു കഴിഞ്ഞ ട്രാൻസാക്ഷൻസ് എന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് വേണം. ഉദാഹരണം പറഞ്ഞാൽ സാധാരണ സെയിൽസ് നടക്കാറുണ്ട്, പർച്ചേസ് നടക്കാറുണ്ട്. അപ്പോൾ സെയിൽസും പർച്ചേസും ഒരേപോലെ റെക്കോർഡ് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. സെയിൽസിനെ സെയിൽസിൻ്റെതായ രീതിയിലും പർച്ചേസിനെ പർച്ചേസിൻ്റെതായ രീതിയിലും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇത്തരത്തിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ അസർട്ടൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രാൻസാക്ഷന്റെ റെക്കോർഡിങ്ങിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു എൻഡ് പ്രോസസ്സിലേക്ക് എത്തുമ്പോൾ ആ ഒരു എൻഡ് പ്രോസസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ ബിസിനസിന്റെ പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് സംടൈംസ് റിക്വയർഡ് ബൈ ദ ലോ. ചില രാജ്യങ്ങളിലെല്ലാം അല്ലെങ്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ, ഗവൺമെന്റിലെല്ലാം രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് റെക്കോർഡിംഗ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ദെൻ ആരെല്ലാമാണ് ഈ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഡാറ്റയെ സ്ഥിരമായി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് രണ്ട് രീതിയിലുള്ള യൂസേഴ്സ് ആണ് അവിടെ വരുന്നത്. രണ്ട് രീതിയിൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്റേണൽ ആൻഡ് സെക്കൻഡ് തിങ് ഈസ് എക്സ്റ്റേണൽ. ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഉള്ളിലുള്ള ആൾക്കാരാണ്. അതായത് ആരൊക്കെയാന്ന് നോക്കാം, മാനേജ്മെന്റ്, എംപ്ലോയീസ്, ആ ബിസിനസിന്റെ ഓണേഴ്സ്, ബിസിനസ്സിൽ ഡേ ടു ഡേയിൽ ഇടപെടുന്ന എംപ്ലോയീസ്, ഇവരെല്ലാം അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിസിനസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനെല്ലാം അതിൽ നിന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഇന്റേണൽ യൂസേഴ്സ് ആയിട്ടുള്ള മാനേജ്മെന്റും എംപ്ലോയീസും തന്നെ യൂസ് ചെയ്യാറുണ്ട്. കൂടാതെ പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ബോഡീസ് ആണ്. അപ്പൊ ആരൊക്കെയാണ് എക്സ്റ്റേണൽ ബോഡീസ് എന്ന് നോക്കാം. എക്സ്റ്റേണൽ ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ അല്ല. ഒരു ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്, ഷെയർ മാർക്കറ്റിലെല്ലാം ലിസ്റ്റ് ചെയ്ത കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർസ് പർച്ചേസ് ചെയ്യും. അപ്പൊ ഷെയർസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിലൊന്നും നമ്മൾ ഇടപെടുന്നുണ്ടാവില്ല. അപ്പൊ കമ്പനി ലാഭകരമാണോ നഷ്ടമാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചെക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ്, അതായത് നമുക്ക് സാധനങ്ങൾ കടമായിട്ട് തരുന്ന ആൾക്കാർ, അതുപോലെ സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, ടാക്സ് അതോറിറ്റീസ്, റെഗുലേറ്ററി അതോറിറ്റീസ്. അപ്പോൾ ടാക്സ് അതോറിറ്റീസ് അറിയാം, നമ്മൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ ഓരോന്നിനും അനുശാസിച്ചിട്ടുള്ള ടാക്സ് റേറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഗവൺമെന്റിന് കൊടുക്കാനുള്ള ടാക്സുകൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ, മറ്റു റെഗുലേറ്ററി അതോറിറ്റികളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്.